ഇതേപോലത്തെ ചേന നമുക്ക് അടുത്ത വർഷം എടുക്കണം. അപ്പോൾ എല്ലാവരും നടണം കേട്ടോ. അത് നടാതിരിക്കരുത്. ഒരു മൂട് ചേന മേടിച്ചാൽ മതി, പകുതിയെങ്കിൽ നിങ്ങൾ നടണം. അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഒരു മൂട് കിട്ടും. ഈ ചേന 4 മുറിച്ചും 4 മൂടാക്കി നടാം. പക്ഷേ ചെറിയ ചേനയെ നമുക്ക് കിട്ടത്തുള്ളൂ. അവിയലിടാനും അതുപോലെ ചേന കൊണ്ടുള്ള ഉപ്പേരിക്കും. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചേന നടുന്ന രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചേന നടാൻ അറിയാവുന്നവർ ഈ വീഡിയോ കണ്ട് സമയം പാഴാക്കരുത്. അവരവരുടെ ജോലികൾ ഏർപ്പെടുക. ഈ ചേന നടുന്നത് അത്ര വലിയ പ്രയാസമൊന്നും ഉള്ളതല്ല. ആർക്കു വേണേലും ഈ ചേന നടാം. നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ നമുക്കുള്ള സ്ഥലത്ത് ഒരു മൂട് ചേനയെങ്കിലും നട്ടുവച്ചാൽ ഈ വരുന്ന ഓണത്തിന് നമുക്ക് നല്ല അവിയലും അതുപോലെ നല്ല തോരനും ഒക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. ചേനയുടെ തണ്ട് വളരെ നല്ലൊരു ഫൈബർ ഫുഡാണ്. അത് വയറ്റിലെ ദഹനത്തിന് ഏറ്റവും നല്ലതാണ്. ചേനത്തണ്ടും ചെറുപയറും അല്ലെങ്കിൽ വൻപയറും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ തുമരപ്പരിപ്പും ഒക്കെ ഇട്ട് തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരെണ്ണം മുറിച്ചിട്ട് ഒരു പീസ് നട്ടാൽ നിങ്ങൾക്ക് ഒരു ചേന അടുത്ത വർഷം കിട്ടും. അതിനായി ഞാനിവിടെ ഒരു ചേന എടുത്തു വച്ചിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ നട്ട് വിളവെടുത്ത ചേനയാണ്. അപ്പോൾ അടുത്ത ഓണത്തിന് വേണ്ടിയാണ് ഞാനിന്ന് ചേന നടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ചേന 4 മുറിച്ചും 4 മൂടാക്കി നടാം. പക്ഷേ ചെറിയ ചേനയെ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഈ കാണിച്ചതുപോലുള്ള ചേന കിട്ടത്തില്ല. ചെറിയ ചേനകളെ നമുക്ക് കിട്ടത്തുള്ളൂ. ചെറിയ ചേന വേണ്ടവർ ഇതുപോലുള്ളൊരു ചേന 4 മുറിച്ച് നട്ടാൽ മതി. നല്ല വലിയ ചേന വേണമെങ്കിൽ വലിയ ഒരു കഷ്ണം വെച്ചെങ്കിൽ മാത്രമേ വലിയ ചേന നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ ഈ ചേന 2 മുറിക്കാൻ പോവുകയാണ്. നേർപകുതിയായിട്ട് മുറിക്കണം. അതിന് വെട്ടിരിമ്പിന് നല്ല മൂർച്ച വേണം, ഇല്ലെങ്കിൽ ചേന ചതഞ്ഞു പോകും. അപ്പോൾ മുറിക്കാം. സെൻറ്ററായിട്ട് വെച്ച് മുറിക്കണം. ദേ 2 നമ്മൾ മുറിച്ചു. 2 കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചേന നോക്കി. ഇതേപോലത്തെ ചേന നമുക്ക് അടുത്ത വർഷം എടുക്കണം. അപ്പോൾ എല്ലാവരും നടണം കേട്ടോ. അത് നടാതിരിക്കരുത്. ഒരു മൂട് ചേന മേടിച്ചാൽ മതി, പകുതിയെങ്കിൽ നിങ്ങൾ നടണം. അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഒരു മൂട് കിട്ടും. ഞാൻ 2 മൂടാണ് നടാൻ പോകുന്നത്. ഇങ്ങനെ മുറിച്ചതിന് ശേഷം കത്തിയെടുത്തിട്ട് ദേ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കണം. ആക്കില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഷേപ്പാക്കിയിട്ടുണ്ട്. ദേ ഈ അരിവ് ഇങ്ങനെ ഒന്ന് കൂർമ്മിച്ചിരിക്കുന്ന അരിവൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് ചാരം എടുത്തിട്ടുണ്ട്. ചിലതിന് വെണ്ണീർ എന്ന് പറയും. നമ്മുടെ വിറവ് കത്തിച്ചുണ്ടാകുന്ന ചാരമാണ്. ചാണകം നല്ല കലക്കി പാലാക്കിയിട്ട് അതിലിതിനെ മുക്കി ഇത് തണലത്ത് വെച്ച് ഉണക്കും. എന്നിട്ടാണ് ഇത് നട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ചാരം ദേ ഇതിനെ ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇതാണ്ട് ഇങ്ങനെ നമ്മൾ ആ വെട്ടിയ ഭാഗമില്ലേ, ആ വെട്ടിയ ഭാഗത്ത് ഇങ്ങനെ നല്ല തേച്ചങ്ങ് പിടിപ്പിക്കുക. ഇതേ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് നടാം. അപ്പോൾ നമുക്ക് ചേന നട്ടാലോ. എൻ്റെ ഒരു മൂട് ചേന ഞാൻ ഇവിടെയാണ് നടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുഴിയെടുക്കാം. ആദ്യം കുഴിയെടുക്കുമ്പോൾ കുറച്ച് വിസ്തീർണത്തിലെടുക്കണം. ചേന വലിപ്പം വെക്കണമെങ്കിൽ കുറച്ച് വിസ്തീർണം വേണം കുഴിക്ക്. തീരെ ചെറുതാവാൻ പാടില്ല. ഇങ്ങനെ റൗണ്ടിന് കുഴിയെടുക്കണം. ഇതാണ് ഞാൻ ചേന നടാൻ വേണ്ടി എടുത്ത കുഴി. അത്ര വലിയ കുഴിയൊന്നുമല്ല, നിങ്ങൾക്ക് തോന്നുന്നതാണ് വീഡിയോയിൽ കാണുമ്പോൾ. അപ്പോൾ ഈ ചേന നമ്മൾ കുഴിയിൽ വെക്കാൻ പോവുകയാണ്. ഇങ്ങനെ വെക്കരുത്, തിരിഞ്ഞും പോകരുത്. ഇതേപോലെ വേണം ചേന വെക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിക്കുന്ന ഭാഗം ഇവിടെ നിന്നാണ് മുള പൊട്ടി വരുന്നത്. അപ്പോൾ അവിടെ വേണം അങ്ങനെ വരാൻ. എന്നിട്ട് ഈ സൈഡിലുള്ള മണ്ണ് കൈ വെച്ചോ തുമ്പ വെച്ചോ ഒന്നിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ചേന സെൻറ്ററിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 1 കിലോ എല്ലുപൊടിയാണ് വാങ്ങിയേക്കുന്നത്. ഞാൻ ഒരു മൂടിന് 1/2 കിലോ വീതം ഇട്ട് കൊടുക്കുന്നു. അതിനുള്ള കാരണം, ഇപ്പം നമ്മൾ അടിവളമായിട്ട് ഞാൻ ഈ 1/2 കിലോ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇതിൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല. ഇനി വളം ചെയ്താൽ ചെയ്തു, ഇല്ലെങ്കിലില്ല. അപ്പോൾ ഇത് പൂർണ്ണ വളർച്ച എത്തുന്നവരെ ഈ ഒരു വളത്തിലാണ് വളരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ നടുമ്പോൾ ഒരു 1/2 കിലോ വളം, ഇച്ചിരി തോന വളം ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ചാണകം കൊണ്ടേ നല്ലതാണ്. എനിക്ക് എൻ്റെ അനുഭവം അറിയാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ
സമയമുണ്ടെങ്കിൽ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്രയൊന്നും ആവശ്യമില്ല, ഒരു പിടി ഒന്ന് ചേറിയാൽ മതി. എല്ലുപൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലുപൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ദാണ്ട് ഈ സൈഡ് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. ദാണ്ട് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ണ് ഈ ചേനയുടെ മുകളിലോട്ട് വെട്ടിക്കൂട്ടണം. ഇതേതുപോലെ നമ്മുടെ സൈഡിലുള്ള മണ്ണ് വെട്ടി ചേനയുടെ മുകളിലോട്ട് ഇടണം. ഒരുപാട് മണ്ണ് വീഴണ്ട. ഇത് ഇങ്ങനെ ഒന്ന് ചവിട്ടി കൊടുക്കണം. ചേന നല്ല ഫാസ്റ്റായിട്ട് കിളിച്ച് വരും. ഇങ്ങനെ ഒന്ന് ചവിട്ടി കൊടുക്കുമ്പോൾ ഒരു പന്ന വാഴ നിൽപ്പുണ്ടായിരുന്നു, അത് വെട്ടി അതിൻ്റെ ഇലയെല്ലാം കൂടെ ഇങ്ങനെ ഇടുകയാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റത്ത് പറക്കത്തുമില്ല. അതവിടെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് അഴുകി ആ ചേനയ്ക്കൊരു വളവുമാവും. ഞാനിപ്പോൾ ഇട്ടതുപോലെ ഈ പച്ച വാഴയില ഇട്ടതിന് പകരമായിട്ട് നിങ്ങൾ നമ്മുടെ ഈ പറമ്പിലുള്ള കുറേ കരിയില വാരിയിടുക. അത് പറന്നു പോകാതിരിക്കാൻ ഈ കഷ്ണങ്ങൾ മണ്ട വെക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ചേന നട്ട് കഴിഞ്ഞു. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട, ചേനയ്ക്ക് അത്ര വെള്ളം ആവശ്യമില്ല. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.